ഹായ് എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ബയോളജിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. ഇന്നലെ നമ്മൾ കെമിസ്ട്രിയിലെ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇത് നമുക്ക് ബയോളജിയിലെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇനിയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. ഇതേ ചോദ്യം നോക്കിക്കോ, 31ാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം. മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക. ആന്തര സമസ്ഥിതി പാലനമാണ് ചോദിച്ചിരിക്കുന്നത്. എ സെറിബ്രം, ബി സെറിബെല്ലം, സി തലാമസ്, ഡി ഹൈപ്പോതലാമസ്. ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടിയെന്നില്ല വെച്ചാൽ ഒന്നും കൂടി വായിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ വായിക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഉത്തരം വരും. ചില ചോദ്യങ്ങളല്ലേ നമ്മൾ നന്നായി പഠിച്ചതാണെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഉത്തരം വരും. എന്നിട്ട് ആ ഉത്തരം ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓപ്ഷനിലേക്ക് ആദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും അല്ലേ. അപ്പോൾ ആദ്യം ചോദ്യം വായിക്കുമ്പോൾ ഒരു ആൻസർ നമ്മുടെ മനസ്സിലേക്ക് ഓൾറെഡി വരും, നമ്മൾ നന്നായി പഠിച്ചതാണെങ്കിൽ. എന്നിട്ട് അത് ഓപ്ഷനിൽ നോക്കി എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി സുഖം. അപ്പോൾ ആന്തര സമസ്ഥിതി പാലനം എന്ന് കേട്ടാൽ നമുക്കറിയാം അത് ഏതാണ്, ഹൈപ്പോതലാമസ് ആണ്. എൻ്റെ ഉത്തരം ഓപ്ഷനിലുണ്ടോയെന്ന് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഹൈപ്പോതലാമസ്. അപ്പോൾ എനിക്കൊന്നും കൂടി കൺഫേം ആയി, ഞാൻ പഠിച്ചത് ശരിയാണ്. ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ഓക്കെ, ഇനി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. ഫസ്റ്റ് സ്ഥാനം സെറിബ്രത്തിനാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, ബോധം, വിവേകം ഇവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അത് നമുക്കറിയാലോ. ഇന്ദ്രിയാനുഭവങ്ങൾ, ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, ബോധം, വിവേകം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണല്ലേ. ചിന്ത, ബുദ്ധി ഇതൊക്കെ തലച്ചോറിൽ ഉള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് സെറിബ്രം, ഏറ്റവും വലിയ ഭാഗം സെറിബ്രം ആണല്ലോ. അപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ ഇതെല്ലാം. അടുത്തത്, മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും എന്ത് തന്നെയാണ്? സെറിബ്രം തന്നെയാണ്. അപ്പോൾ നമുക്ക് ജന്തുക്കളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് ശരിക്കും വിവേക ബുദ്ധിയുള്ളവരാണ്. മനുഷ്യരിലെ വിവേക ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ അത് തന്നെയാണ്, സെറിബ്രത്തിലല്ലേ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ സെറിബ്രം ആണ് മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കസ് ഏരിയ ആണ്. ഓക്കെ, ഇനി പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം. അപ്പം നമുക്ക് പരിചയമുള്ള ഒരു വസ്തു, ആ വസ്തുവിൻ്റെ പേര് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എന്താ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു രൂപം തെളിയുമല്ലോ അല്ലേ. ഇപ്പോൾ JCB എന്ന് പറഞ്ഞാൽ JCB നമുക്ക് പരിചയമുള്ള വസ്തുവാണ്. പെട്ടെന്ന് നമുക്ക് അതിൻ്റെ രൂപം മനസ്സിൽ വരുമല്ലോ. അതിനെ സഹായിക്കുന്നത് ഏത് ഭാഗമാണ്? വെർണിക്സ് ഏരിയ ആണ്. അപ്പോൾ ബ്രോക്കസ് ഏരിയ എന്താ? സംസാരശേഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? സെറിബ്രം. അങ്ങനെയാണെങ്കിൽ അനൈച്ഛികം ആരാ? മെഡുല്ല ഒബ്ലങ്കേറ്റ. മാറിപ്പോകരുതേ, നമ്മളെ സെറിബ്രമാണല്ലോ വലുത്. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഐച്ഛിക പ്രവർത്തനങ്ങൾ, നമ്മൾ കയ്യും കാലും ഇതൊക്കെ ആക്കി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നില്ലേ. അപ്പോൾ സെറിബ്രം വലുതാണ്. ആ സെറിബ്രത്തിന് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് ചിന്തിക്കുക. അപ്പോൾ ഐച്ഛിക പ്രവർത്തനങ്ങളെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. എന്നാൽ അനൈച്ഛികം ആരാ? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. കാരണം മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് അടിയിട്ടിയാൽ ആൾ പോയി പോകുന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം അനൈച്ഛിക പ്രവർത്തനങ്ങളിൽ വരുന്നതല്ലേ നമ്മുടെ ഹൃദയസ്പന്ദനം, പിന്നെ ശ്വാസോച്ഛ്വാസം, അല്ലാതെ വരുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ തുമ്മുന്നത് അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അനൈച്ഛികമായിട്ട് നമ്മളെ കൺട്രോളിലല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐച്ഛികവും അനൈച്ഛികവും ഇനി മാറിപ്പോകരുതേ. ഇനി അടുത്ത പോയിന്റ്, മസ്തിഷ്കത്തിലെ
കുറച്ചൊന്ന് ബ്ലറായിപ്പോയി, സോറി. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം സെറിബെല്ലം. അപ്പോൾ സെക്കൻഡ് ആണ് ആര്? സെറിബെല്ലം. ആദ്യം ആര് കൊണ്ടുപോയി? സെറിബ്രം, പിന്നെ സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരാ? സെറിബെല്ലം ആണ്. ഓക്കെ. ശരീര തുലന നില. അപ്പോൾ ബെല്ലം എന്ന് വായിക്കുമ്പോൾ നമുക്ക് ബാലൻസ് അതിനകത്ത് കാണാൻ കഴിഞ്ഞാൽ തുലന നില, ബാലൻസ് എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ശരീര തുലന നിലയെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം, അത് നമുക്ക് കണക്ട് ചെയ്യാലോ. തുലന നില. അപ്പം നമുക്കൊരു ബാലൻസ് ഉണ്ടാവുമോ മദ്യം ഉള്ളിൽ ചെന്നാൽ? ഇല്ല അല്ലേ, ഒരു ബാലൻസ് നഷ്ടപ്പെടും. അപ്പം അത് ഏതിനെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലത്തിനെയാണ് ബാധിക്കുന്നത്. കാരണം സെറിബെല്ലം ആണ് നമ്മുടെ ശരീര തുലന നില നിയന്ത്രിക്കുന്നത്. ഓക്കെ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. നമ്മൾ പറഞ്ഞല്ലോ ശരീരത്തിൻ്റെ തുലന നില, അത് തന്നെ. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്നതാണിത്. ഇതിലെല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു, ഇനി എത്ര പഠിച്ചാലും അത് വേസ്റ്റ് ആയി പോകില്ല. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏരിയ ആണ്. അപ്പോൾ വേദന സംഹാരികൾ, അയ്യോ എനിക്ക് തലവേദനയാവുന്നേന്നല്ലേ നമ്മൾ പറയുക, അല്ലാണ്ട് എനിക്ക് എൻ്റെ സെറിബ്രം വേദനയാവുന്നേ അങ്ങനെയൊന്നും നമ്മൾ പറയില്ലല്ലോ. കണക്ട് ചെയ്യാൻ വേണ്ടി പറയുക കേട്ടോ, തലവേദന അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം എന്താണ്? വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. നമുക്കിപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമായിരിക്കും ഈ തലവേദന അല്ലേ, പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത്. ഓക്കെ. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. അപ്പം നിദ്രാവേളയിൽ നമ്മൾ അധികവും ഒരു കാര്യവും അറിയുന്നില്ല അല്ലേ, അതിന് സഹായിക്കുന്നത് ആരാണ്? ഈ തലാമസ് ആണ്. അപ്പോൾ നമ്മുടെ തലയിലേക്ക് ഒന്നും വരില്ലല്ലേ ഉറങ്ങുന്ന സമയത്ത്. നമ്മൾ അങ്ങനെ ഉറങ്ങാൻ കഴിയുന്നത് ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. ഓക്കെ. അപ്പം നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഏതാണ്? തലാമസ് ആണ്. അപ്പോൾ വേദന തലാന്ന് നമ്മൾ കണക്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടും. ഓക്കെ. ശരീരത്തിലെ റിലേ സെൻറ്റർ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. റിലേ കട്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയൂലേ, പോയി റിലേ കട്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് തലാമസുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ വേദന എന്ന് കണ്ടാൽ തലാമസുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ വേദന സംഹാരികൾ പറഞ്ഞു. പിന്നെ നിദ്രാവേളയിൽ ആ സമയത്തുള്ളത് നമുക്ക് തലാമസ് കണക്ട് ചെയ്യാം. പിന്നെ റിലേ സെൻറ്റർ, റിലേ കട്ടായി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അപ്പോൾ അതും നമുക്ക് തലാമസായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നു. ശ്രദ്ധിക്കുക. വിശപ്പ്, ദാഹം ഇവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോ തലാമസ്. ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ ആണോ? അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സെറിബ്രം നമുക്കറിയാം ഏറ്റവും വലുതാണ്, അതാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. കൂടാതെ ബുദ്ധി, ചിന്ത, ഭാവന, വിവേകം അതൊക്കെ നമ്മൾ പറഞ്ഞു. അതാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതെന്ന് അറിയാം. സെറിബെല്ലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തറിയാം? ബാലൻസ്, ശരീര തുലനനിലയാണ് പാലിക്കുന്നതെന്ന് അറിയാം. അതേപോലെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലം ആണല്ലേ. ഇനിയോ തലാമസ് പഠിക്കുവാണെങ്കിലോ തലവേദന എന്നാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് വേദന സംഹാരികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിയാം. റിലേ സെൻറ്റർ എന്ന് പറയുന്നത് അറിയാം. പിന്നെ നിദ്രാവേളയിലെ അത് സംഭവമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര നല്ലേ നമുക്കറിയാം. അപ്പോൾ ഭയങ്കര ദാഹം, ഭയങ്കര വിശപ്പ് എന്നൊക്കെയല്ലേ നമ്മൾ പറയാം. അപ്പോൾ അത് വിശപ്പ്, ദാഹം, ഹൈപ്പോ തലാമസ്. ഓക്കെ. ആന്തര സമസ്ഥിതി പരിപാലനം നടത്തുന്ന മസ്തിഷ്ക ഭാഗം ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. അതായിരുന്നു നമ്മുടെ ചോദ്യം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഹൈപ്പോ തലാമസ്. അപ്പോൾ ഒക്കെ ഉള്ളിൽ നടക്കുന്നല്ലേ, വിശപ്പ്, ദാഹം, ആന്തര സമസ്ഥിതി, ശരീര ഊഷ്മാവ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഇനി ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി വെയിലാണ്. സ്പേം വെയിലാണ് ഏറ്റവും വലിയ തലച്ചോറ്. കരയിലെ ഏറ്റവും വലിയ തലച്ചോറ് ആർക്കാന്ന് ചോദിച്ചാൽ ആന. മാറിപ്പോയില്ലല്ലോ, ആന. ഓക്കെ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റ. ദണ്ഡാകൃതിയിൽ കേട്ടോ. അപ്പോൾ ഈ പ്രസ്താവന ടൈപ്പിലൊക്കെ നമുക്കിത് വരും. നമ്മൾ ജസ്റ്റ് വായിച്ചു പോകും ഇങ്ങനെ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തെറ്റിച്ചൊക്കെ തന്നു കഴിഞ്ഞാൽ മനസ്സിലാവണം. അപ്പോൾ ഈ സെൻറ്റൻസുകളുമായിട്ട് നമുക്കൊരു പരിചയം ഉണ്ടായിരിക്കണം. അപ്പോൾ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നത് ആരാണ്?
മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അപ്പോൾ വേറെ എന്തെങ്കിലും പേര് തന്നാൽ നമ്മൾ വിചാരിക്കും ശരിയാണ്, വലിയ സെൻറ്റൻസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ ശരിയായിരിക്കും എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് പ്രസ്താവനകൾ വായിക്കുക. ഓക്കെ, അധികവും എലിമിനേഷൻ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യുക അതിലൊക്കെ. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? അയ്യോ, രണ്ടാമത്തേൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടോ? നോക്കല്ലേ കേട്ടോ. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാ? മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഒരു മസ്തിഷ്ക ഭാഗങ്ങളെയാണ് പരിചയപ്പെട്ടത്. സംസാരശേഷിക്ക് സഹായിക്കുന്നത് ബ്രോക്കസ് ഏരിയ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പരിചിതമായിട്ടുള്ള സാധനങ്ങളുടെ രൂപം നമ്മുടെ മനസ്സിൽ വരുന്നതിന് വെർണിക്സ് ഏരിയ ഒക്കെ സഹായിക്കും. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തതും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ തന്നെയാണ്. മനുഷ്യനേത്രത്തിൽ 32ാമത്തെ ചോദ്യം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. മനുഷ്യനേത്രത്തിൽ റോഡ്, കോണ് എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ്? റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാ? ദൃഢപടലം, റെറ്റിന, രക്തപടലം, കോർണിയ. ഇമ്പോർട്ടൻ്റ് ആണ്. റെറ്റിനയിലാണ്. റെറ്റിന തന്നെയാണ് കേട്ടോ മക്കളെ ദൃഷ്ടിപടലം എന്നും പറയുന്നത്. നമ്മൾ ഇങ്ങനെയായിരിക്കും പഠിച്ചത്, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം, ഇങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചത്. ആ ദൃഷ്ടിപടലം തന്നെയാണ് എന്ത്? റെറ്റിന എന്നും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഒരു മിനിറ്റ്. എവിടെയാ? റെറ്റിന. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏത് കോശങ്ങളാ? റോഡ് കോശങ്ങൾ. അത് പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം റോമ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്നത്തെ മെയിൻ സിനിമകളിലെ നടിയായിരുന്നു റോമ. അതുകൊണ്ട് തന്നെ റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചം എന്ന് നന്നായിട്ട് അത് അന്നത്തെ ഒരു ഓർമ്മ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് അത് മാറിപ്പോവാറേ ഇല്ല. അപ്പോൾ റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചം, മറ്റേത് പിന്നെ പഠിക്കേണ്ടല്ലോ, കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് മാറിപ്പോരുത്. അപ്പോൾ വസ്തുക്കളെ നമ്മൾ കറുപ്പായിട്ടും വെളുപ്പായിട്ടും കാണാൻ സഹായിക്കുന്നത് ആരാണ്? ഈ റോഡ് കോശങ്ങളാണ്. ബാക്കി അങ്ങനെയാണെങ്കിൽ കോൺ കോശങ്ങൾ എന്തായിരിക്കും? നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്നത് കോൺ കോശങ്ങൾ. അപ്പോൾ റോഡ് കോശം മങ്ങിയതാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കോൺ കോശം എന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിൻ. അത് റോഡോപ്സിൻ കണക്ട് ചെയ്യാൻ വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഈ റോഡോപ്സിൻ തന്നെയാണ് വിഷ്വൽ പർപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിൻ ആണ്. ഈ റോഡോപ്സിൻ തന്നെയാണ് വിഷ്വൽ പർപ്പിൾ എന്നും പറയുന്നത്. കോൺ കോശങ്ങളിൽ അപ്പോൾ ആരായിരിക്കും? ഐഡോപ്സിൻ ആയിരിക്കും. അപ്പോൾ റോഡിൽ റോഡോപ്സിൻ ആണെങ്കിൽ കോണിൽ ഐഡോപ്സിൻ ആണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മറ്റേത് കിട്ടും കേട്ടോ. പക്ഷേ ഈ ഐഡോപ്സിൻ ആണെന്ന് അറിയണേ. ഇനി പ്രായമാകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയകളാണ്. അപ്പോൾ നമ്മൾ റോഡ് കോശം കണ്ടു, കോൺ കോശം കണ്ടു കേട്ടോ. റോഡോപ്സിൻ റോഡ് കോശത്തിലാണെങ്കിൽ ഐഡോപ്സിൻ കോൺ കോശത്തിലാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണെങ്കിൽ തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് ആരാണ്? കോൺ കോശങ്ങളാണ്. ഓക്കെ ആണല്ലോ, അതിൽ ഇനിയൊരു ഡൗട്ടും വേണ്ട. ഇനി നമുക്ക് രോഗങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തിമിരത്തിൽ നിന്ന് തന്നെ നമുക്ക് സുതാര്യത, ഒരു പ്രാസം ഒപ്പിച്ച് കണക്ട് ചെയ്ത് വെക്കണേ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. തിമിരം, സുതാര്യത, അതായത് പ്രായമാകുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ത്? തിമിരം. അപ്പം ലെൻസിൻ്റെ സുതാര്യത, ഇതൊക്കെ നമുക്ക് ചിലപ്പം ഓക്കെ നമുക്ക് പറയാം. ലെൻസിൻ്റെ സുതാര്യത എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചേരുമ്പടി ചേർക്കാനൊക്കെ വരും ഈ ഏരിയയിൽ നിന്നൊക്കെ അല്ലേ? റോഡ് കോശങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ തിമിരം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, തിമിരം. ഈ തിമിരം തന്നെയാണ് കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. കാറ്ററാക്റ്റ്, ക്യാരറ്റ് എന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കണ്ണുമായി ബന്ധപ്പെട്ടതാണ് കാറ്ററാക്റ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? തിമിരമാണ് കാറ്ററാക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത രോഗമാണ് അടുത്തത് ഗ്ലോക്കോമ. ഗോളം
കണക്ട് ചെയ്ത് വെക്കുക. നേത്രഗോളം ഗ്ലോക്കോമ, അതായത് നേത്രഗോളത്തിൻ്റെ മർദ്ദവർദ്ധനവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കണക്ഷൻ ഇട്ട് കൊടുത്താൽ മതി, നമുക്കത് കിട്ടിക്കോളും. അപ്പോൾ നേത്രഗോളം ഗ്ലോക്കോമ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗോളം ഗ്ലോക്കോമ അതിലുണ്ടാകുന്ന മർദ്ദവർദ്ധനവാണ് കേട്ടോ. അതിങ്ങനെ മർദ്ദം കൂടി ഇങ്ങനെ ഗ്ലോ ആയിട്ട് ഒരു ഗ്ലോബ് പോലെ ഇങ്ങനെ നിൽക്കുവാണെങ്ങാനും ആലോചിച്ചാൽ മതി. അപ്പോൾ ഗ്ലോക്കോമ മർദ്ദവർദ്ധനവാണ്. എന്തിൻ്റെ? നേത്രഗോളത്തിൻ്റെ മർദ്ദവർദ്ധനവ്. ഇനി അടുത്തതാണ് വർണ്ണാന്തത അഥവാ ഡാൾട്ടനിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വർണ്ണാന്തത, ഡാൾട്ടനിസം. അപ്പം നമ്മൾ തിമിരം പഠിച്ചു, ഗ്ലോക്കോമ പഠിച്ചു, ഇപ്പോൾ പഠിക്കുന്നത് വർണ്ണാന്തത അഥവാ ഡാൾട്ടനിസം. അപ്പോൾ ഈ ഡാൾട്ടനിസം എന്ന് പേരുള്ളതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൻ ആണ്. അങ്ങനെയാണ് പേര് വന്നത്, ഡാൾട്ടനിസം എന്ന്. ഇനി വർണ്ണാന്തതയുള്ള ആളിലെ തിരിച്ചറിയാൻ കഴിയാത്ത വർണ്ണങ്ങൾ ഏതൊക്കെയാ? പച്ചയും ചുവപ്പുമാണ്. പ്രാഥമിക വർണ്ണങ്ങളിലെ പനിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പച്ച, നീല, ചുവപ്പ്. അതിൽ നീ തട്ടിക്കളഞ്ഞേക്ക്, പാച്ചുവിനെ എടുത്തോ. അതായത് വർണ്ണാന്തതയുള്ള ആൾ ആരാണ്? പാച്ചുവാന്ന് വിചാരിച്ചോ. പച്ചയും ചുവപ്പുമാണ് തിരിച്ചറിയാൻ കഴിയാത്തത്. അപ്പോൾ അതാണ് വർണ്ണാന്തത അഥവാ ഡാൾട്ടനിസം, പച്ച, ചുവപ്പ്. തിമിരം, ഗ്ലോക്കോമ, വർണ്ണാന്തത. ഇനി പഠിക്കുന്നത് നിശാന്തത, അതായത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം നിശാന്തത അഥവാ മാലക്കണ്ണ്. ഓക്കെ, നിശാന്തത അഥവാ മാലക്കണ്ണ്. അതായത് കണ്ണിലിങ്ങനെ ഒരു മാറാല പിടിച്ച പോലെ, മാറാല കണ്ണിലിങ്ങനെ ഒരു മാറാല പിടിച്ചു കഴിഞ്ഞാൽ അത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കാണുന്ന പോലെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം എന്താണ്? മാലക്കണ്ണാണ്. കണ്ണിലിങ്ങനെ മാല പോലെ മാറാല പിടിച്ചിരിക്കുകയെന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് തന്നെയാണ് നിശാന്തത. ഓക്കെ, ഇനി ട്രക്കോമ ഏതുമായി ബന്ധപ്പെട്ട? അതാണ് കണ്ണുമായി ബന്ധപ്പെട്ട രോഗമാണ് ട്രക്കോമ. ഗ്ലോക്കോമ പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഒരു പേരാണല്ലോ ട്രക്കോമ. തിമിരം പഠിച്ചു, ഗ്ലോക്കോമ പഠിച്ചു, ഇപ്പോൾ ഒരു ട്രക്കോമേനെ കണ്ടു. പിന്നെ ഡാൾട്ടനിസം അഥവാ വർണ്ണാന്തത, നിശാന്തത അഥവാ മാലക്കണ്ണ്, ഇത്രയും പഠിച്ചേ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോകുന്നൊരു ഭാഗമാണ് ദീർഘദൃഷ്ടി. അതായത് ദീർഘത്തിലുള്ള, അതായത് അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നതാണ് ദീർഘദൃഷ്ടി, അടുത്തുള്ളതിനെ കാണാൻ കഴിയൂല. അപ്പം ഹൈപ്പർ മെട്രോപ്പിയ. അപ്പം ദീർഘദൂരം അല്ലെങ്കിൽ നീളമുള്ള എന്തോ ആണെങ്കിലോ മെട്രോ എന്ന് പറയുന്നത്, മെട്രോ ആയിട്ട് കണക്ട് ചെയ്യുക. കാരണം ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് ഓപ്ഷനിൽ തരുന്നതെങ്കിൽ അയ്യോ ഇതെന്ത് സാധനം എന്ന് ആലോചിക്കരുത്. മെട്രോ എന്ന് പറഞ്ഞാൽ തന്നെ ദീർഘമായിട്ട് കണക്ട് ചെയ്യുക, നമുക്ക് ദൂര സ്ഥലത്തേക്ക് പോകാനും അതേപോലെ നല്ല നീളമുള്ള ഒരു സാധനമാണല്ലോ ഈ മെട്രോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കിട്ടും. അപ്പം ഹൈപ്പർ മെട്രോപ്പിയ, ദീർഘദൃഷ്ടി, അത് പരിഹരിക്കാൻ കോൺവെക്സ് ആണ്. ഈ മെട്രോൻ്റെ മുൻഭാഗമൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഇങ്ങനെയല്ലേ നമ്മുടെ മെട്രോ. ഇതെൻ്റെ മെട്രോ ആട്ടോ. ഓക്കെ, ഇതെൻ്റെ മെട്രോ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ മുൻഭാഗം കണ്ടില്ലേ, ഇങ്ങനെ മെട്രോൻ്റെ മുൻഭാഗം കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ, കോൺവെക്സ് ഇങ്ങനെയല്ലേ. ഓക്കെ, ഇതാണ് വെക്സ്, ഇതാണ് കോൺകേവ്, അറിയാലോ. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഹൈപ്പർ മെട്രോപ്പിയ ദീർഘദൃഷ്ടി, അത് പരിഹരിക്കാനുള്ള ലെൻസ് ആ മെട്രോൻ്റെ മുൻഭാഗം ആലോചിക്കുക, കോൺവെക്സ് ആണ്. ഓക്കെ, അടുത്തത് വെള്ളെഴുത്ത് പ്രസ് ബയോപ്പിയ ആണ്. അത് പരിഹരിക്കുന്നതിനുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. അതായത് കോൺവെക്സ് ഇങ്ങനെയല്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങളല്ലേ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കളിക്കുക അല്ലേ, നമുക്ക് പ്രസ് ചെയ്യാൻ സുഖം അതല്ലേ. അപ്പോൾ പ്രസ് ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളെഴുത്താണ്. അത് പരിഹരിക്കാനുള്ള ലെൻസും ഏത് തന്നെയാണ്? കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. ഓക്കെ, അത് മയോപ്പിയ ആണ് ഹ്രസ്വദൃഷ്ടി. മയോപ്പിയ ആണ് ഇത് ഹ്രസ്വദൃഷ്ടി. ഓക്കെ, ഇനി ഇത് ചരിഞ്ഞു പോയല്ലോ, ഒരു മിനിറ്റ്. ഓക്കെ, റെഡിയായി. അപ്പം കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? ക്യാരറ്റ്, കണ്ണ് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അത്രയും അറിയില്ലെങ്കിലാട്ടോ പറയുന്നത്. കെരാറ്റോപ്ലാസ്റ്റി എന്ന് പറയുന്ന ശസ്ത്രക്രിയ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാ? കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നേരത്തെ നമ്മളൊരു കാറ്ററാക്റ്റ് പഠിച്ചു. കാറ്ററാക്റ്റ് തന്നെയാണ് ഇത് തിമിരം എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇനി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗം കോർണിയാണ്. നമ്മളെ കണ്ണ് ഒന്നിച്ച് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുമല്ല. ഓക്കെ,
കോർണിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അസ്റ്റിഗ്മാറ്റിസം നമ്മൾ ഓരോന്ന് പരിചയപ്പെടുന്നുണ്ട്, ഓരോ രോഗങ്ങളും ലെൻസുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, പഠിച്ചെന്നെ പോകണം. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? സിലിണ്ട്രിക്കൽ ലെൻസാണ്. സിലിണ്ട്രിക്കൽ ലെൻസാണ്. ഓക്കെ, അതിപ്പം ഞാൻ എന്തെങ്കിലും ലോക്കൽ കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓർത്ത് വയ്ക്കാറ്. ആ സ്റ്റിക്ക് മാറ്റി വെച്ചേ എന്നൊക്കെയാണ് എനിക്ക് അത് കാണുമ്പോൾ ഓർമ്മ വരാറ്. അസ്റ്റിഗ്മാറ്റിസം, ആ സ്റ്റിക്ക് മാറ്റിക്കേ, ആ സ്റ്റിക്ക് അവിടെ നിന്ന് മാറ്റിക്കുക, എന്നിട്ട് ആ സിലിണ്ടറിലെങ്ങാനും കൊണ്ടുപോയിട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഓർത്ത് വെക്കാറ് കേട്ടോ. ഓക്കെ, അതൊന്നും ഒരു വലിയ കോഡൊന്നും അല്ല, ജസ്റ്റ് നമുക്ക് ഓപ്ഷൻ ആളെ കണ്ടുപിടിക്കണം, അത്രയും ഞാൻ ഓർത്ത് വെക്കാറുള്ളൂ. അപ്പോൾ ആ അസ്റ്റിഗ്മാറ്റിസം സിലിണ്ട്രിക്കൽ ലെൻസ്. അടുത്തത് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം. കണ്ണിൻ്റെ തിളക്കം, സിങ്ക്. ഓക്കെ, കണ്ണിൻ്റെ തിളക്കം. അപ്പം സിങ്ക് എപ്പോഴും നമ്മൾ അടുക്കളയിൽ സിങ്കൊക്കെ എപ്പോഴും വെട്ടി തിളങ്ങി കാണാനല്ലേ നമുക്ക് ഇഷ്ടമുണ്ടാവുക. സിങ്കാണ് അങ്ങനെ നല്ല വൃത്തിയാക്കിയാണ് ഇങ്ങനെ തിളങ്ങുകയും ചെയ്യും അല്ലേ, തിളങ്ങുന്നില്ലേ സിങ്ക്. അപ്പോൾ സിങ്ക്, കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്കാണ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു സിങ്കുമായി ബന്ധപ്പെട്ട ഒരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? കോപ്പറും സിങ്കും. പിച്ചള, ഞാൻ പറഞ്ഞു പിച്ചള പാത്രങ്ങൾ നമ്മൾ സിങ്കിലിട്ടിട്ടല്ലേ കഴുകുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോപ്പർ, സിങ്ക് ആരാണ്? പിച്ചള, ബ്രാസ്. പിന്നെ കോപ്പർ, ടിന്ന്, ഓട്, ബ്രോൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതെല്ലാം ആണെങ്കിൽ ഗൺമെറ്റൽ അല്ലേ, കോപ്പർ, സിങ്ക്, ടിന്ന്, ഗൺമെറ്റൽ എന്നും പഠിച്ചു. പിന്നെയും കുറേ പഠിച്ചിട്ടുണ്ട്, ഇപ്പം ഞാൻ പറയുന്നില്ല. അടുത്തത് കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി. അപ്പോൾ പാളികൾ 3 നമുക്കറിയാം: ദൃഢപടലം, ദൃഷ്ടിപടലം, രക്തപടലം. ഏറ്റവും പുറമെ ആരാ ഉണ്ടാവുക? ദൃഢപടലം അഥവാ സ്ക്ലീറ. 2 പേരും പഠിച്ചു വെക്കണം, ദൃഢപടലം അഥവാ സ്ക്ലീറ. അടുത്തത് നേത്രഗോളത്തിന് ആകൃതി നൽകുന്നത് ആരാ? ഈ ദൃഢപടലം തന്നെയാണ് ആകൃതി നൽകുന്നത്. ഏറ്റവും പുറമെ ഉള്ളതാണല്ലോ, അതെ. ഇനി കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്നതാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിന തന്നെയാണ് ദൃഷ്ടിപടലം. നേരത്തെ നമ്മൾ കണ്ടു ഈ റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? റെറ്റിന അഥവാ ദൃഷ്ടിപടലത്തിലാണ്. കാരണം അവിടെയാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്. നമ്മുടെ കണ്ണിനുള്ള സ്ക്രീനാണ് ആക്ച്വലി ഈ റെറ്റിന. ഓക്കെ, ഇനി വീക്ഷണ സ്ഥിരത എന്താണ്? വീക്ഷണ സ്ഥിരത ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം. നമ്മളൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമേജ് 1/16 ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെക്കണം. ഇത്രയും ഒരു സമയത്തേക്ക്, സെക്കൻഡ് ആട്ടോ, 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ സമഞ്ജനക്ഷമത എന്താണ്? സമഞ്ജനക്ഷമത കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. അപ്പം വസ്തു എത്ര ദൂരെയാണോ, എത്ര അടുത്താണോ എന്നൊക്കെ ആയാലും അതിൻ്റെ പ്രതിബിംബം നമ്മുടെ കണ്ണിൻ്റെ സ്ക്രീനായിട്ടുള്ള റെറ്റിനയിൽ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് നമ്മൾ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതാണ്? പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടാണ്. ഓക്കെ, യെല്ലോ സ്പോട്ടാണെന്ന് നിങ്ങൾക്ക് കിട്ടും, കാരണം കൂടുതൽ കാഴ്ചശക്തിയുള്ള ഭാഗം. ഓക്കെ, അപ്പം നിറമുള്ളതായിരിക്കും, യെല്ലോ സ്പോട്ടാണ്. അത് തന്നെയാണ് പീതബിന്ദു എന്നും അറിയപ്പെടുന്നത്. മറ്റേത് അന്ധബിന്ദുവാണ്. എന്താ? റെറ്റിനയിൽ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളൊന്നും ഇല്ലാത്ത ഭാഗം ഏതാണ്? അന്ധബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ടാണ്. അന്ധബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ടാണ് ഇതൊന്നും ഇല്ലാത്തത്, കാഴ്ചശക്തിയൊന്നും ഇല്ലാത്ത. അതുള്ള ഭാഗം യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദുവാണ്. ഓക്കെ, പീതബിന്ദു അന്ധബിന്ദു മാറിപ്പോകില്ലല്ലോ, ഇല്ല. പിന്നെ നമ്മൾ പാളികൾ പഠിച്ചു. ദൃഢപടലം ഏറ്റവും പുറമേ ഉള്ളത്, ആകൃതി നൽകുന്നത്. പിന്നെ രക്തപടലമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ദൃഷ്ടിപടലം അഥവാ റെറ്റിനയുണ്ട്. പിന്നെ നമ്മൾ കുറേ രോഗങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചില ലെൻസുകൾ, ചിലതിന് ലെൻസ്, ചിലത് ശസ്ത്രക്രിയ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 2 ടോപ്പിക്കാണ് പഠിച്ചത്. ഒന്ന് തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു, മസ്തിഷ്ക ഭാഗങ്ങൾ പഠിച്ചു. പിന്നെ ഇപ്പം കണ്ണുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, 2 ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം, എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിനി അടുത്ത 2-3 ചോദ്യങ്ങളായിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. അത് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.